അപ്പൊ ഇത്രയും നല്ല ഭംഗിയുള്ള സ്ഥലം ഒപ്പിയെടുക്കാന്ന് പറയുമ്പോ ലൈക് ഫ്രെയിം ബൈ ഫ്രെയിം സെറ്റ് ചെയ്യണം. അങ്ങനെ ഒരു മൂവി എടുക്കുമ്പോ കുറെ ടാസ്ക് ഉണ്ടല്ലോ. അപ്പൊ കരിമ്പട എന്ന് പറഞ്ഞ മൂവി വെച്ച് നോക്കുമ്പോ അതൊക്കെ എങ്ങനെയായിരുന്നു ടാക്കിൾ ചെയ്തത്? ടാസ്ക് ഒരുപാടുണ്ടായിരുന്നു. ഒരു സാധാ ഫിലിം ഷൂട്ട് പോലെ ഒന്നും അല്ലായിരുന്നു. ഏറ്റവും ഒരു ഫോക്കസ് ഉള്ളതും അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. ഓൺലി ക്യാമറമാൻ മാത്രം, അത്രേ ഉള്ളൂ. അങ്ങനെയായിരുന്നു മൊത്തം പോയത്. ഒരുപാട് ഒരുപാട് ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ ഷോർട്ട് ബൈ ഷോർട്ട് ഒക്കെ ഡിവൈഡ് ചെയ്യണം. ഇപ്പൊ മൂവിയിൽ മൊത്തം കഥ പറഞ്ഞപ്പോ കുറച്ച് കോംപ്ലിക്കേറ്റഡ് സ്റ്റോറിയാണ്, അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ചെറിയതായിട്ടൊന്നും അല്ല, വളരെ കോംപ്ലിക്കേറ്റഡ്. അതെ, അപ്പൊ ഈ നമ്മളൊരു ക്യാമറ വർക്ക് ചെയ്യുമ്പോ അത് ആദ്യം എന്താ നമ്മൾ കഥ മനസ്സിലാക്കണം, എന്നാലും ആ ഒരു എസെൻസ് ഒപ്പിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതെങ്ങനെ തോന്നി? കഥ ആദ്യം എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് തന്നെ. പിന്നെ അതിന് വലിയ മാറ്റങ്ങളൊന്നും വരാത്താതെ തന്നെ ചെയ്തു. ഡയറക്ടറുടെ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് എനിക്ക് കുറെ ഫ്രെയിമുകൾ ഇങ്ങോട്ട് തന്നു. അങ്ങനെയാണ് ഞാനിത് ചെയ്തെടുത്തത്. ഓക്കെ, ഇപ്പൊ സെക്കൻഡ് ഹീറോ ആയിട്ട് ചെയ്യുന്ന പറഞ്ഞല്ലേ. ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞത് തന്നെ മൂവി ഭയങ്കര റിവെഞ്ച് ടൈപ്പ് അല്ലെങ്കിൽ കുറച്ച് ഒരു ഫാന്റസി അങ്ങനെ രീതിയിൽ പോകുന്ന മൂവിയാണല്ലോ. അപ്പൊ അത് ഒരു ക്യാരക്ടർ വന്നപ്പോ ഫസ്റ്റ് മൂവിയും കൂടിയാണ്. അപ്പൊ എന്ത് തോന്നുന്നു? ആദ്യം തന്നെ നമ്മളുടെ ഈ തിരക്കഥ മൊത്തം നമുക്ക് പറഞ്ഞു തരുമല്ലോ, കഥ മൊത്തം നമുക്ക് മനസ്സിലാവും. അത് ഫ്രെയിം വന്നിട്ട് ആൾക്കാർക്ക് മനസ്സിലാക്കി എടുക്കാനാണ് ബുദ്ധിമുട്ട്. അപ്പൊ നമുക്ക് ആദ്യം തൊട്ടേ കഥകൾ മനസ്സിലാകുമ്പോഴത്തേക്കിന് നമ്മൾ ആദ്യം കുറെ നാൾ മുന്നേ ഇതിനൊരു പ്രിപ്പറേഷൻ തുടങ്ങുമല്ലോ, ക്യാരക്ടറൈസേഷൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ പിന്നെ ഹെയർ സ്റ്റൈൽ ആയാലും പിന്നെ നമ്മുടെ ലുക്കായാലും ഇപ്പൊ തടി കൂടുതൽ വേണോ കുറവ് വേണോ അതെല്ലാം നമുക്ക് പറഞ്ഞു തരും. അതൊക്കെ വെച്ചിട്ട് നമുക്ക് പറ്റുന്ന, നമുക്ക് നേരത്തെ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല, പറ്റുന്ന രീതിയിൽ നമ്മൾ അതിന് വേണ്ടി ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ടായിരുന്നു വന്നത്. കുറച്ചുകൂടി ഈസി ആയിരുന്നു. പിന്നെ അറിയാവുന്ന ക്രൂ ആണ്. അപ്പൊ എൻ്റെ അടുത്തൊക്കെ ആദ്യം പറഞ്ഞത് എത്ര ടേക്ക് വേണമെങ്കിലും എടുക്കാം, കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ്. ഉണ്ടാക്കാൻ നോക്കി, എന്നാലും അത്ര പ്രശ്നമില്ലായിരുന്നു, ഈസി ആയിട്ട് തീർന്നു. പിന്നെ ഒരു ഹാഫ് ടൈം ആകുമ്പോഴത്തേക്കിന് മേക്ക് ഓവർ വേറൊരു ലുക്കിലൊക്കെയാണ് വന്നത്. പിന്നെ അവിടെ ഈസി ആയിരുന്നു, വലിയ പ്രശ്നമില്ല. ആദ്യത്തെ ഒരാളിൽ നിന്ന് വ്യത്യാസമല്ല രണ്ടാമത് വരുന്നത്. ഈസി ആയിരുന്നു ചെയ്യാൻ, എന്റെ ഒരു കാഴ്ചപ്പാടിൽ ഈസി ആയിരുന്നു. ആകാംക്ഷയോടെ ഇരിക്കുകയാണ്. അത് നമുക്ക് ഒരു വട്ടം പറഞ്ഞു തന്നാലും അത് പിടികിട്ടുന്നില്ല. പറയുമ്പോഴത്തേക്കിന് അതുകൊണ്ട് ഇപ്പൊ നിങ്ങളോട് എന്താ സിനിമയെ പറ്റി നോക്കുമ്പോ നിങ്ങൾക്ക് എന്താ പറയേണ്ടതെന്നുള്ളതൊന്നും മനസ്സിലായില്ല. അങ്ങനെ ചോദിക്കരുത്. അത് അതിന്റെ എക്സാമ്പിൾ പറഞ്ഞാലേ സെൻസർ ചെയ്യാൻ പറഞ്ഞാണ്. സെൻസർ ചെയ്യാൻ ചെന്നപ്പോ അവര് ഇരുന്ന് കണ്ടിട്ട് പുറത്തൊന്ന് ചോദിക്കും എന്തോ നിന്റെ കഥ. അപ്പൊ അത് പറഞ്ഞത് അത് വൺ ടൈം വാച്ചബിൾ അല്ല, 2 വട്ടം കാണണം, എങ്കിൽ മാത്രമേ അത് മനസ്സിലാവത്തുള്ളൂ, കറക്റ്റ് മനസ്സിലാവത്തുള്ളൂ. അല്ല അവര് ചോദിച്ചു ഇതാണോ കഥയെന്ന് ചോദിച്ചു, നമുക്ക് മനസ്സിലായി ഇതാണോ എന്ന് ചോദിച്ചാൽ സാറേ ഒന്നുകൂടി കാണും എങ്കിലും അത് കറക്റ്റ് മനസ്സിലാവത്തുള്ളൂ. ഇപ്പൊ കണ്ട ഒരു ഐഡിയ കിട്ടിയല്ലോ, അത് വെച്ച് ഒന്നുകൂടി കണ്ടാലേ മനസ്സിലാവത്തുള്ളൂ. എല്ലാരും മെയിൻലി പറഞ്ഞത് ആ ഒരു കോംപ്ലിക്കേറ്റഡ് നല്ലത്. കഥ സിമ്പിളാണ്, പക്ഷെ അതിന്റെ നമ്മൾ ആദ്യം കുറെ ലീഡ് ഇട്ടിട്ട് പോകുന്നുണ്ട് ഇതിനു വേണ്ടിയിട്ട്. അപ്പൊ ആദ്യം കാണുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഇത് മിസ്റ്റേക്ക് ആണെന്ന് വിചാരിക്കും. പിന്നെ കഴിയുമ്പോഴേ പിന്നെ ആലോചിക്കത്തുള്ളൂ അത് മിസ്റ്റേക്ക് ആയിരുന്നു. അത് പിന്നെ ഒന്നുകൂടി കാണുമ്പോഴേ മനസ്സിലാകും, ഓ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ചെയ്തതെന്ന്. അങ്ങനെ കുറെ സ്ഥലങ്ങളിൽ അങ്ങനെ ഉണ്ട്.